ഓപ്പറേഷൻ സിന്ദൂറിന് ജയ്വിളിയുമായി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ഓപ്പറേഷൻ സിന്ദൂറിനെയും നരേന്ദ്രമോദിജിയെയും ഇന്ത്യയിലെ ജവാന്മാരെയും പ്രത്യേകമായി അഭിനന്ദിച്ച് വിദേശത്ത് ജീവിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ. പകൽ ഭീകരാക്രമണത്തെ തുടർന്ന് നിരവധി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ പൗരന്മാർ അവിടുത്തെ തെരുവുകളിൽ ഇറങ്ങി അതിശക്തമായ തീവ്രവാദത്തിനെതിരെ പ്രതികരിച്ചു. ഇപ്പോൾ അവരെല്ലാം ആവേശത്തിലും സന്തോഷത്തിലുമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തന്ന ഒരു വാർത്തയാണെന്നാണ് VHP ഫ്രാൻസിന്റെ പ്രസിഡന്റ് ലളിത് ശർമ്മ കർമാനോസിനോട് പങ്കുവച്ചത്. ലോകമെമ്പാടും സനാതന ധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു സംഘടനയാണ് VHP എന്ന സംഘടന പറയുന്നത് മോദിജിയുടെ ഇന്ത്യയിലെ ജവാന്മാരോട് വളരെയധികം നന്ദി അറിയിച്ചു എന്നാണ്. ഈ ഭീകരാക്രമണത്തിനെതിരെ പോരാടുന്ന ഇന്ത്യയിലെ ജവാന്മാരുടെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളോടും ഞങ്ങൾക്ക് പ്രത്യേകം കടപ്പാടും സ്നേഹവുമുണ്ട്. ഇവരുടെ കുടുംബങ്ങളെ പറ്റിയും പ്രത്യേകം എടുത്തു പറയണമെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. ഇത് മോദി നയിക്കുന്ന ഭാരതമാണ്, ഇത് നരേന്ദ്ര ഭാരതമാണ്. ലോകം മുഴുവൻ ഞങ്ങൾക്കിപ്പോൾ അഭിമാനമാണ്. ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് പറയാൻ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. ഒരിക്കലും ഞങ്ങൾക്ക് ഇതിനു മുൻപ്, അതായത് മോദിജി പ്രൈം മിനിസ്റ്റർ ആകുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. വർഷങ്ങളായി വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് ആ അഭിമാനം ആ നാടുകളിൽ ഉയർത്തിപ്പിടിച്ച് അതിന്റെ കാരണം മോദിജി എന്ന മഹാൻ എന്ന് പറയാൻ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്കിവിടെ ഊണും ഉറക്കവുമില്ലാതെ TV-യുടെ മുമ്പിലാണ് ഞങ്ങൾ ഏത് നേരവും ഇരിക്കുകയാണ്. കാരണം ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയണം. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഞങ്ങളുടെ മനസ്സ് ഇന്ത്യയിൽ തന്നെയാണ്. ഏത് നേരവും ഇന്ത്യയിലെ മീഡിയകൾ നോക്കിക്കൊണ്ടിരിക്കും. കാശ്മീരിലെ ഭീകര ആക്രമണം നടന്നതിൽ പിന്നെ ഞങ്ങൾക്കാർക്കും സന്തോഷമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ഇന്ത്യക്കാർ ഇതിനെതിരെ തെരുവിലിറങ്ങി സമാധാനപരമായി പ്രതിഷേധം അറിയിച്ചത്. ഇന്ത്യ പാവപ്പെട്ട പട്ടിണി രാജ്യം എന്ന രീതിയിലായിരുന്നു പണ്ടൊക്കെ അറിയപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കണോമിക് സൂപ്പർ പവർ ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. സാമ്പത്തികമായി മാത്രമല്ല, നമ്മൾ ഡിഫൻസ് രംഗത്തും വളരെ മുന്നിലാണ് എന്ന് ലോകത്തെ കാണിച്ചു തന്ന ഒരു കാര്യമായി മാറി ഓപ്പറേഷൻ സിന്ദൂർ. ആ പേര് കേട്ടാൽ തന്നെ അറിയാം എത്ര അധികം സ്ത്രീകളെ ബഹുമാനിക്കുന്നു ഇന്ത്യൻ ആർമി എന്നുള്ള കാര്യം. ഇത് സനാതന ധർമ്മത്തിന്റെ മഹത്വമാണ്. സ്ത്രീകളെ ദേവിയായി കാണുക, അമ്മയായി കാണുക, ബഹുമാനിക്കുക എന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പദത്തിലൂടെ ഒരു പ്രാവശ്യം കൂടെ മോദിജി നമുക്കത് കാണിച്ചു തരികയാണ്. ലോകം മുഴുവൻ സനാതന ധർമ്മം പുലർന്നു കാണാൻ പ്രവർത്തിക്കുന്ന സംഘടനയാണ് VHP എന്ന സംഘടനയ്ക്ക് ഇത് വലിയൊരു പ്രചോദനം തന്നെയാണ്. കാലം എത്ര മാറിയാലും മോഡേൺ ആയാലും ഒരു സ്ത്രീയുടെ, അതായത് ആർഷഭാരതത്തിലെ ഒരു സ്ത്രീയുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത് എന്ന് പറയുന്നത് അവളുടെ സിന്ദൂരം തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പദത്തിലൂടെ നമ്മുടെ ആർഷഭാരത സംസ്കാരം കൂടിയാണ് നമ്മൾ എടുത്തു കാണിക്കുന്നത്. പുറം രാജ്യങ്ങളിൽ സനാതന ധർമ്മവും ഇപ്പോൾ വളരെയധികം പടർന്നു പന്തലിക്കുന്ന സമയമാണ്. റഷ്യ, ജപ്പാൻ, ആഫ്രിക്ക, ചൈന, എന്തിന് നിരവധി അറബികൾ കൂടി നമ്മുടെ സനാതന ധർമ്മം ഇഷ്ടപ്പെടുന്നു. അറബിയിൽ പോലും ഭഗവത്ഗീതയും ശ്രീകൃഷ്ണനെ പറ്റിയുള്ള പുസ്തകങ്ങളും കോടിക്കണക്കിനാണ് ഇതിനോടകം ഇസ്കോണിലെ ഭക്തരിലൂടെ വിറ്റുപോയിട്ടുള്ളത്. അങ്ങനെ പുറം രാജ്യങ്ങളിൽ പോലും സനാതന ധർമ്മം പടർന്നു പന്തലിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള സനാതന ധർമ്മത്തിന്റെ മൂല്യം എന്താണ് എന്ന് വിദേശീയർക്ക് കാണിച്ചു കൊടുത്ത ഒരു കാര്യം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയിലെ ഇലക്ഷനിൽ മോദിജി ജയിക്കാനായി ഫ്രാൻസ്, USA മറ്റു പല വിദേശ രാജ്യങ്ങളിലും ക്യാമ്പയിനിങ് നടത്തിയവരാണ് പ്രവാസികളായ ഞങ്ങൾ. ചായ് പേ ചർച്ച, ബൈക്ക് റാലി തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അവർ ഇന്ത്യൻ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി ചെയ്തു. അവരുടെ ഇന്ത്യയിലെ ബന്ധുക്കളും കൂട്ടുകാരെയും ഒക്കെ അവർ വിളിച്ചു പറഞ്ഞു നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണമെന്ന്. കാരണം പുറം രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ അഭിമാനം സംരക്ഷിക്കുന്നത് നരേന്ദ്രമോദിജിയാണ്. ഇന്ത്യയുടെ വികസനവും പുരോഗതിയും പുറം രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ വാഴ്ത്തിപ്പാടുന്നതിന്റെ പിന്നിൽ മോദിജിയാണ്. ആ മോദിജിക്ക് വേണ്ടി ഇലക്ഷൻ ക്യാമ്പയിനിങ് ഞങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂർ. ഞങ്ങൾ TV-യുടെ മുന്നിൽ കാത്തിരിക്കുന്നു ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാൻ. ഇന്ത്യയിലെ ധീര ജവാന്മാരുടെ വിജയത്തിനു വേണ്ടി ഇന്ത്യയിലുള്ളവരെ പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം എടുത്തു പറയട്ടെ, ഇന്ത്യയിലെ ധീര ജവാന്മാരുടെ കുടുംബാംഗങ്ങളോട് ഞങ്ങൾക്ക് ഒരുപാട് കടപ്പാടും നന്ദിയുമുണ്ട്. അങ്ങനെ വളരെ വികാരപരമായ ഒരു സന്ദേശം അതാണ് VHP ഫ്രാൻസ് പ്രസിഡന്റ് ലളിത് ശർമ്മ കർമാനോസുമായി പങ്കുവച്ചത്. നമുക്കറിയാം എപ്പോഴും ഇസ്കോണിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവരുമായി പല കാര്യങ്ങൾ, അവർ പങ്കെടുക്കുന്ന പല പരിപാടികൾ, അവർ സനാതന ധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, സനാതന ധർമ്മത്തെ വളർത്തുന്നതിന് വേണ്ടി അവർ ചെയ്യുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ കർമാനോസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുണ്ട്. എന്തായാലും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അവരുടെ സന്തോഷം അവർ ഞങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ അത് കർമാനോസ് പ്രേക്ഷകർക്ക് മുന്നിൽ വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ, അതിലേറെ ആദരവോടെ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഗുസ്റ്റസ് കർമാനോസ്.